മുൻ AESF സംസ്ഥാന സെക്രട്ടറി അരുൺ ബാബു ബിജെപിയിൽ ചേർന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് പൊന്നാടയണിയിച്ച് സ്വീകരിച്ചത്. മുൻ SFI നേതാവും കോൺഗ്രസ് പ്രവർത്തകരും ബിജെപിയിൽ ചേർന്നിട്ടുണ്ട്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ആരൊക്കെയാണ് ബിജെപി അംഗത്വം എടുത്തിട്ടുള്ളത്? ദിവ്യ, മുൻ AESF നേതാവ് സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള അരുൺ ബാബു, കൂടാതെ തന്നെ മുൻ SFI നേതാവും സെനറ്റ് അംഗവുമായ പ്രഭാത് ജി പണിക്കർ, മുൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മുല്ലൂർ മോഹൻ ചന്ദ്രൻ നായർ, കേരള കോൺഗ്രസ് ബി സംസ്ഥാന ജില്ലാ നേതാക്കളായ മനോജ് കുമാർ മഞ്ചേരിൽ, ഹരിപ്രസാദ് ബി നായർ, വിജയ് ആർ വരിക്കാനലിൽ, അമൽ കോട്ടയം, ജിജോ തോമസ്, വേണു VR എന്നിവരാണ് ബിജെപിയിൽ ചേർന്നിരിക്കുന്നത്. AESFിൽ നിന്നും SFIയിൽ നിന്നും അതുപോലെ കോൺഗ്രസിൽ നിന്നുമാണ് ബിജെപിയിലേക്ക് പ്രവർത്തകർ ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പൊന്നാട അണിയിച്ച് ഇവരെ സ്വീകരിച്ചു. മാരാർജി ഭവനിൽ വെച്ചായിരുന്നു ഈ ചടങ്ങ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലും ഒരു വാർത്താ സമ്മേളനത്തിലുമാണ് ഇത്തരത്തിൽ വിവിധ പാർട്ടിയിൽ നിന്നുമുള്ള നേതാക്കളെ ബിജെപിയിലേക്ക് സ്വീകരിച്ചത്. ഇത്തരത്തിൽ നേതാക്കൾ ബിജെപിയിലേക്ക് ചേർന്നത് തങ്ങൾ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയുമായി അതിർത്തിയിൽ ഉണ്ടായിരുന്ന നേതാക്കളെ ചാക്കിട്ട് പിടിച്ച് ബിജെപി പാർട്ടിയിലേക്ക് ചേർക്കുന്ന ഒരു പ്രവണതയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അത്തരത്തിലാണ് ഈ ഒരു പല പാർട്ടികളിൽ നിന്നുമുള്ള നേതാക്കളുടെ ബിജെപിയിലുള്ള ഈ ഒരു കൂടുമാറ്റത്തെ പൊതുവെ ഈ രാഷ്ട്രീയ നിരീക്ഷകർ നിരീക്ഷിക്കുന്നത്. ദിവ്യ.